കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി കേരള സമൂഹത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പ്രഖ്യാപിച്ചത്. മുഖ്യപ്രതിയായ ദിലീപിനെ കൂടാതെ 7ാം പ്രതി ചാർലി തോമസ്, 9ാം പ്രതി സനിൽകുമാർ, 10ാം പ്രതി ശരത് ജി നായർ എന്നിവരെയും കോടതി വെറുതെ വിട്ടു. എന്നാൽ കേസിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ കേസിലെ പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷിയും ദിലീപിന്റെ മുൻ ഭാര്യയുമായ നടി മഞ്ജു വാര്യർക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുന്നത്. ദിലീപ് അനുകൂലികളാണ് മഞ്ജുവിന്റെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ വിദ്വേഷ കമന്റുകളുമായും അധിക്ഷേപങ്ങളുമായും രംഗത്തെത്തിയിരിക്കുന്നത്. ദിലീപിനെ കേസിൽ കുടുക്കിയതിന് പിന്നിൽ മഞ്ജു വാര്യരാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രതികരണങ്ങളുമാണ് ഇവർ പങ്കുവെക്കുന്നത്. വിധി വന്നതിന് പിന്നാലെ നടൻ ദിലീപ് നടത്തിയ പ്രതികരണം ഈ സൈബർ ആക്രമണങ്ങൾക്ക് ഒരു പ്രധാന കാരണമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒത്തുചേർന്ന സിനിമാ കൂട്ടായ്മയിൽ വെച്ച് മഞ്ജു വാര്യർ നടത്തിയ പ്രതികരണമാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടതെന്നായിരുന്നു ദിലീപിന്റെ ആരോപണം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് എന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ അവിടെ പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് എന്ന് ദിലീപ് ആരോപിച്ചു. തുടർന്ന് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയെടുത്തത്. യഥാർത്ഥത്തിൽ ഇത് തനിക്കെതിരായ ഗൂഢാലോചനയായിരുന്നുവെന്നും ദിലീപ് വ്യക്തമാക്കി. കൂടാതെ പോലീസ് സംഘം കോടതിയിൽ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥ പൂർണ്ണമായും തകർന്നുവെന്നും സമൂഹത്തിൽ തന്റെ കരിയർ, ഇമേജ്, ജീവിതം എന്നിവ നശിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി ചെയ്തതാണിത് എന്നും ദിലീപ് അവകാശപ്പെട്ടു. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കും പൊതുജനമധ്യത്തിലെ വിചാരണകൾക്കും ശേഷം ലഭിച്ച വലിയ ആശ്വാസമായിരുന്നു ഈ വിധി. എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പൊതുസമൂഹത്തിൽ സൈബർ ഇടങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ദിലീപിന്റെ ഈ ശക്തമായ പ്രതികരണത്തിന് പിന്നാലെയാണ് മഞ്ജു വാര്യർക്കെതിരെയുള്ള സൈബർ ആക്രമണം തുടങ്ങിയത്. മധുബാല, ഇന്ദ്രൻസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിന്ന ചിന്ന ആസേ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടുള്ള മഞ്ജുവിന്റെ പോസ്റ്റിന് താഴെയാണ് ദിലീപ് അനുകൂലികൾ വിദ്വേഷ പരാമർശങ്ങളും അസഭ്യവർഷങ്ങളുമായി കൂട്ടത്തോടെ രംഗത്തെത്തിയത്. അധിക്ഷേപകരമായ കമന്റുകളോടൊപ്പം തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി സംബന്ധിച്ച പോസ്റ്ററുകളും സ്ക്രീൻഷോട്ടുകളും പലരും പങ്കുവച്ചു. ദിലീപ് കേസ് നീ കളിച്ച കളിയാണല്ലേ? ദിലീപിന്റെ ആദ്യ മൊഴി താങ്കൾക്കെതിരാണ്. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി. എന്തിനാണ് ഒരു നിരപരാധിയെ കുടുക്കിയത്? നിങ്ങളുടെ കള്ളക്കഥ കോടതിയിൽ പൊളിഞ്ഞു എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ കമന്റ് ബോക്സിനുള്ളിൽ നിറഞ്ഞു. ദിലീപും കാവ്യ മാധവനും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ചിലർ മഞ്ജു വാര്യർക്ക് മറുപടി നൽകി. കൂടാതെ ചിലർ ദിലീപിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുമുണ്ട്. മഞ്ജു വാര്യരുടെ മറ്റ് പഴയ പോസ്റ്റുകൾക്കും താഴെയും ദിലീപ് അനുകൂലികൾ വിദ്വേഷ കമന്റുകൾ കൊണ്ട് നിറയ്ക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ട്, പ്രത്യേകിച്ചും കോടതി വിധി വന്നതിന് പിന്നാലെ നടക്കുന്ന ഈ രീതിയിലുള്ള സൈബർ ആക്രമണം സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗത്തെയും വ്യക്തിപരമായ പകപോക്കലുകൾക്കുള്ള വേദിയായി സൈബർ ഇടങ്ങൾ മാറുന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. 1ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി B മണികണ്ഠൻ, 4ാം പ്രതി VP വിജീഷ്, 5ാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, 6ാം പ്രതി പ്രദീപ്. കുറ്റക്കാരായി കണ്ടെത്തിയവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-ന് പ്രഖ്യാപിക്കുമെന്നും കോടതി അറിയിച്ചു. ഈ കേസ് കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ നിയമപരമായ വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം വിധി വന്നതിന് പിന്നാലെ ഒരു പ്രമുഖ നടിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം നിയമപരമായ പോരാട്ടങ്ങൾക്കപ്പുറം വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ വേദിയായി സമൂഹ മാധ്യമങ്ങളിൽ മാറുന്നു എന്നതിന്റെ ഉദാഹരണമായി നിലനിൽക്കുന്നു.